റോയ്മോനെ അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്താണെന്ന് അറിയാമോ? ഒരു മാസം കഴിഞ്ഞേ സ്കൂൾ ഫൈനൽ എക്സാം. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെയാണെന്ന്. സൺഡേ സ്കൂൾ അല്ല, നിനക്ക് അറിയാമല്ലോ. അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യും. മമ്മി, റിവിഷൻ കഴിഞ്ഞു. ഈ സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കും. അതെ, മോനങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചു. കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അത് ആരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അത് എവിടെയാ പപ്പ? അത് ആ സിറിയൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എക്സാം അല്ലേ, ഒന്ന് വേദോസ്തം വായിച്ച് പ്രാർത്ഥിച്ചു പോകും. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കും. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ട. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന് ചാർജ് തീർന്നു പോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പയൊന്ന് ഓർത്തു വേണം. അത് മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, താമസിക്കണ്ട. സമയം എത്രയായി? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവൻ ഈ വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. എത്തിന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? ഏത് മമ്മി? എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. പോയിരുന്ന് സ്കൂൾ ലെസൺസ് റിവിഷൻ ചെയ്യും. ഇപ്പൊ പ്രയറും കണക്കാന്നേ, ബോറിങ്. ആരാധന ഒന്നും പോരാ. പ്രസംഗത്തിന് ഒരു പുതിയ പോയിന്റും ഇല്ല. ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്. അത് വല്ലാതെ കൂടുതൽ. അതിന് 2-3 മണിക്കൂർ ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും TV-യിലും കിട്ടും. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയ്മോൻ പരീക്ഷ എഴുതിയില്ലയോ? എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സൺഡേക്കാ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയത്, ഒന്നും പോലും കിട്ടില്ല. പിന്നെ എന്താ പറ്റിയതെന്ന് ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പിന്നെ മാർക്ക് ഇങ്ങനെയായേ? എഴുതിയതനുസരിച്ചേ മാർക്ക് ഇടാൻ പറ്റൂ. റോയ്മോൻ എന്തൊക്കെയാ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. എല്ലാരും ഉണ്ടല്ലോ, എന്താ ഒരു തർക്കം? അത് റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു.
ഇപ്പൊ തന്നെ ഞാനൊരു റീടെസ്റ്റ് ഇടാം. എന്താ? ആ, അത് മതി, അത് മതി. ആ ചോദ്യപേപ്പർ ഇങ്ങോട്ട് എടുക്ക് ടീച്ചറെ. റോയ് മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്ന്. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോയിലും എപ്പോഴും മതിലേ കിടന്ന് ചാടും. അവരുടെ അടുത്ത് ചോദിച്ചു. റോയ്മോൻ അങ്ങനെ നശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് അവൻ. ഇനി അഥവാ അവൻ അത് വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിന് കേടി അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്തു പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവരിയിൽ. ആ, അത് പോട്ടെ. നീ അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മോനെ, മമ്മി പറഞ്ഞില്ല വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണമറിയാമോ? ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റോയ്മോനെ, നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നത്? ആ, എന്തായാലും ഇത്രയായി. ഇനി മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തര പേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും എരീഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷ്യൂം മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കരിയോത്ത യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനിയും ബാക്കിയും കൂടെ വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം പഠിപ്പിക്കും. കാഞ്ഞിരപ്പുഴ ഡാം സെന്റ് ജോസഫ് ഇടവകയിലെ വിശ്വാസ പരിശീലന വേദി അവതരിപ്പിക്കുന്ന ലഘുനാടകം